പ്രൈസിലോട് നിന്ന് മത്തുണ്ടായിരിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹാലലിയ വേദപുസ്തകത്തിൽ ഹാലലിയ കുഴിമുടലിനെ പറ്റി പറയുന്നുണ്ട്. ഹാലലിയ സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്തോത്രം, കുഴിമുഴൽ ശക്തിയില്ലാത്ത ജാതിയാകുന്നു, എങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കിയിരിക്കുന്നു. കുഴിമുഴൽ എന്ന് പറയുന്ന ജീവി ശക്തിയില്ലാത്ത ഒരു ജീവിയാകുന്നു, എങ്കിലും അതിൻ്റെ പാർപ്പിടം എവിടെയായിരിക്കുന്നേ? പാറമേലായിരിക്കുന്നു. ദൈവമക്കളെ, നാം ഹല്ലേലൂയ സ്തോത്രം മനുഷ്യനായിരിക്കുമ്പോൾ നാം ബലഹീനരാണ്. നമ്മുടെ ശരീരത്തിലും മനസ്സിലും സ്പിരിച്വലി ഒക്കെ നമ്മൾ ബലഹീനരാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നാം വേഗം തളർന്നു പോകും. സ്തോത്രം. എന്നാൽ ഈ കുഴിമുഴലിനെ ഓടിക്കുക അല്ലെങ്കിൽ കഴുകാൻ അങ്ങനെയുള്ള പക്ഷികൾ അവയെ പിടിക്കുവാൻ വരുന്നതെന്ന് അറിഞ്ഞ ഉടനെ ഈ കുഴിമുഴൽ എന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് ഈ പാറയ്ക്കുള്ളിൽ അതിൻ്റെ കൂട്ടിൽ കയറി ഒളിച്ചിരിക്കുവാൻ്റെയായിരിക്കും. ഉറപ്പുള്ള പാറയ്ക്കകത്താണ് ഈ കുഴിമുഴൽ പോയി തന്നെ അഭയം നേടുന്നത്. അതുപോലെ ദൈവമക്കളെ, ബലഹീനരാകുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ പാറയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുവാൻ, ആ പാറയിൽ സ്തോത്രം ശക്തി നേടുവാൻ, സ്തോത്രം ബലഹീനരാകുന്ന നമ്മൾ ക്രിസ്തുവാകുന്ന സ്തോത്രം ആ ബലവാനായ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ നാം സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സ്തോത്രം. വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. 1 പത്രോസ് 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ, നിങ്ങളുടെ പ്രതിയോഗി അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അവൻ നോക്കി ഊരുടാടിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനെ വീഴ്ത്തുവാൻ, ഇല്ലാതാക്കുവാൻ, കർത്താവിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവാകുന്ന പാറയ്ക്കുള്ളിൽ ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുമ്പോൾ ഒന്നും ഒരു ശത്രു നമ്മളെ തൊടാൻ കഴിയത്തില്ല, ആർക്കും നമ്മളോട് അടുക്കുവാൻ പറ്റത്തില്ല. കാരണം ആ പാറയ്ക്കുള്ളിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട്. ഒരു ശക്തിക്കും അങ്ങോട്ട് കടന്നെടുക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. നാം സുരക്ഷിതരാണ്. ഒരു കുഴിമുഴലിനെ പോലെ. അത് ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് വളരെ വയസ്സാണ്. അത് വളരെ വയസ്സായിട്ട് എൻ്റെ പാർപ്പിടം തിരഞ്ഞെടുക്കുന്ന പോലെ ദൈവമക്കളെ, നാം വയസ്സായിട്ട് ക്രിസ്തുവിൽ സ്തോത്രം ജ്ഞാനത്തോടെ ക്രിസ്തുവിനെ അന്വേഷിച്ച് കർത്താവിൻ്റെ ഉള്ളിൽ സ്തോത്ര ധൈര്യത്തോടെ എല്ലാ പ്രതികൂലങ്ങളും ജയിപ്പാൻ തക്കവണ്ണം കർത്താവിനോട് ചേർന്ന് യോഹന്നാൻ യേശുവിൻ്റെ മാറോട് പറ്റിയിരുന്നത് പോലെ യേശുവിനോട് പറ്റിയിരുന്ന് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആ ദൈവം നമ്മളെ സൂക്ഷിക്കുവാൻ ശക്തനാണ്. ആമേൻ.